ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നൊരു ലേസി മോർണിംഗ് ആണ് കേട്ടോ. മഴയൊക്കെ ആയതുകൊണ്ട് പുറത്തിറങ്ങാനേ തോന്നുന്നില്ല. ഇന്നത്തെ റെസിപ്പി ഭൂരിയാണ് കേട്ടോ, ഒരു ഹെൽത്തി ഭൂരി. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് ചീര പറിക്കുന്നുണ്ട് കേട്ടോ. മുരിങ്ങയില, ചീര അല്ല മുരിങ്ങയില. നല്ല മഴയാണ് കേട്ടോ പുറത്ത്. മുരിങ്ങയില എടുത്തു. ഒരു പീസ് ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മെയിൻ ഐറ്റം ഗോതമ്പ് പൊടി. അതൊരു 2 തവി എടുക്കുന്നുണ്ട്. പിന്നെ ഒരു സ്പൂൺ റവ. ഭൂരി ഒന്ന് പൊങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് റവ യൂസ് ചെയ്യുമല്ലോ, അത് ഏകദേശം ഒരു സ്പൂൺ ഇടുന്നുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള സോൾട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഈ ടൈമിൽ തന്നെ 2ൻ്റെയും ജ്യൂസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. മുരിങ്ങയിലയും ബീറ്റ്റൂട്ടിൻ്റെയും നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ ഈക്വൽ എമൗണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. അതിന് വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു കുരിശ് വരയ്ക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ സ്പൂൺ വെച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കൈ വെച്ച് 2 വര വരച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. വെറുതെ സ്പൂണൊക്കെ ഇട്ട് ഇങ്ങനെ ചെയ്യണം. ഇതിപ്പോൾ എന്താണ്, 2 വര ഇങ്ങനെ വരച്ചാൽ ഈക്വൽ എമൗണ്ടിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരെണ്ണത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, യെല്ലോ കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടി. പിന്നെ ഒരെണ്ണത്തിൽ ചീരയുടെ ജ്യൂസ്. എല്ലാം കുറച്ചേ പാടുള്ളൂ, ഒരുപാട് വെള്ളം ചേർത്ത് അടിക്കൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസ് ഒഴിക്കുന്നുണ്ട്. പിന്നെ ഒന്ന് പ്ലെയിൻ. ഇപ്പോൾ 4 കളേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ. ഈ 4നെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് മിക്സാക്കി എടുക്കാം. അങ്ങനെ എല്ലാം സെപ്പറേറ്റ് ചെയ്ത് ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. ചപ്പാത്തി പ്രസ്സിൽ ഇതാക്കിയിട്ട് എല്ലാത്തിനും ഒന്ന് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് മഞ്ഞൾപ്പൊടി, ഇത് പ്ലെയിനിൽ ചെറുതായിട്ട് ഇവിടെ ബീറ്റ്റൂട്ടിൻ്റെ അംശം വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഓരോന്നിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. എല്ലാം മുകളിൽ പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ചീരയുടെ നല്ല ഗ്രീൻ കളർ, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പിന്നെ പിങ്ക് ബീറ്റ്റൂട്ട്. അങ്ങനെ 4 പ്രസ് ചെയ്തെടുത്തിട്ട് നമുക്ക് മുകളിൽ വയ്ക്കുക. ഓയിൽ തേക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒട്ടിപ്പിടിച്ചെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി ഇതിനെ നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. എല്ലാം ഈക്വൽ സൈസിലാണ് കേട്ടോ. ഇപ്പോൾ പെർഫെക്റ്റ് റൗണ്ട് കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും കട്ടർ വെച്ച് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിനെ എല്ലാം കൂടി വെച്ച് ഒന്ന് പ്രസ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു നൈഫ് വെച്ചിട്ട് നമുക്കിതിനെ കട്ട് ചെയ്യാം. ഓരോ പൂരിയുടെ സൈസിന് വേണ്ടിയിട്ടുള്ള അത്ര ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് നല്ല ഭംഗിയുണ്ട്. ഒരു ഫ്ലവർ ഷേപ്പ്, ഒരു ഫ്ലവറിൻ്റെ ഒരു കളറൊക്കെ വന്നില്ലേ. അങ്ങനെ ഓരോ പൂരിക്ക് വേണ്ട ഓരോ പീസസ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഓരോന്നിനെ പ്രസ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിനെ ഉരുളയാക്കണ്ട കേട്ടോ. ഈ ഇതിൽ തന്നെ ഒന്നും പ്രസ് ചെയ്തെടുത്താലാണ്. ഉരുളാക്കി കഴിഞ്ഞാൽ ഒരുമാതിരി അലങ്കോലമാകും. ഓരോന്നിനെ പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സ്വീറ്റിന് മാതിരിയൊക്കെ ഓർമ്മ വരുന്നത് കാണുമ്പോൾ. ഓയിൽ ചൂടായിട്ടുണ്ട്. ഓയിലല്ല, വെളിച്ചെണ്ണയിൽ ചുട്ടെടുക്കട്ടെ, അതാണ് നല്ലത്. ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യുക, കരിഞ്ഞു പോകരുത്. കരിഞ്ഞല്ല, ബ്രൗൺ കളർ വരാണ്ട് നോക്കുക. മറിച്ചിടുക. 2 സൈഡ് കുക്കാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ എനിക്കിത് എൻ്റെ ബേബീനെ കഴിപ്പിക്കാനുള്ള ഓരോരോ ട്രിക്കാണ് കേട്ടോ. കളർഫുള്ളാകുമ്പോൾ കഴിക്കുമല്ലോ. സംഗതി ബേബിക്ക് സാധനമാണ് ഇഷ്ടമെന്ന് എനിക്കിത് കണ്ടപ്പോഴാണ് മനസ്സിലായത്. പിന്നെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായിട്ടോ. കളർ കാണുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറൊക്കെ ഉണ്ടല്ലോ ബീറ്റ്റൂട്ടിൻ്റെയും ചീരയുടെയൊക്കെ വരുമ്പോൾ. മഞ്ഞൾപ്പൊടി ഒരു വെറൈറ്റിക്ക് വേണ്ടി നമുക്ക് ട്രൈ ചെയ്യാം. പിന്നെന്താ, ഹെൽത്തി ആണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ പൂരി ഹെൽത്തി ആണോ? എനിക്ക് തോന്നുന്നില്ല, ഓയിലല്ലേ. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക.